ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതുതന്നെ ദാവീദിൻ്റെ നഗരം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദാവീദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവിടെ പറയുകയാണ്, ശത്രു സൈന്യം പറയുകയാണ്, നിന്നെ തകർക്കാനായിട്ട് കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തുന്നൊരു വാക്കാണ്. എന്നാൽ അടുത്ത വാക്കിങ്ങനെയാണ്, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എങ്കിലും പ്രിയരെ, നമ്മളൊക്കെ ജീവിതയാത്രയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു യുദ്ധക്കളത്തിനകത്താണ്. മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പും യുദ്ധം ജയിക്കുന്നത് പോലെയാണ്. എന്നാൽ ഓരോ ചുവടുവയ്പ്പിനകത്തും പിന്നിലോട്ട് വലിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഇവിടെ ദാവീദിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നതുപോലെ ചില വാക്കുകൾ. നമ്മെ പുറപ്പെടാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ ശത്രു എത്ര പ്രബലപ്പെട്ടു നിന്നാലും വചനം പറയുന്നു, ശത്രുവിനെ നീ തകർക്കും. അതാണ് അവിടെ പറയുന്നത്. എങ്കിലും ശത്രു പറഞ്ഞു, നിനക്കവിടെ കടക്കാൻ പറ്റത്തില്ല. നമ്മളോടും പലപ്പോഴും പറയാറില്ലേ, നീ ജയിക്കത്തൊന്നുമില്ല, നീ ഇതിനകത്ത് വളരത്തൊന്നുമില്ല. ആത്മീയ ജീവിതത്തിൽ നീ എത്ര നാൾ പുറപ്പെടും, എത്ര നാൾ സഞ്ചരിക്കും, എവിടെയെങ്കിലുമൊക്കെ തകരും. ഇങ്ങനെ പറയുന്ന നിരാശയുടെ വാക്കുകൾ നമ്മൾ കേൾക്കാറില്ലേ? എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ ദാവീദ് ആ കോട്ട പിടിച്ചെടുക്കുക മാത്രമല്ല, അത് ദാവീദിൻ്റെ നഗരമായതുപോലെ. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു. ശത്രു എത്ര വലുതാകട്ടെ പ്രിയരെ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് എത്ര തിരമാല ആഞ്ഞടിച്ചാലും എത്ര യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും ഈ വിളിച്ച ദൈവം എന്നെ നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദാവീദ് ആ കോട്ട പിടിച്ചടക്കിയതുപോലെ നമുക്ക് ദൈവം വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന ഒന്നുപോലും ഒരു ശത്രുവിനും തകർക്കാൻ പറ്റത്തില്ല എന്നറിഞ്ഞ് ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.